ഒരു ചെറിയ പൈനാപ്പിളാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. 2 ഗ്ലാസ് വെള്ളം, ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3/4 ടീസ്പൂൺ ഉപ്പ്, മധുരത്തിനായിട്ട് 1 ടീസ്പൂൺ പഞ്ചസാരയും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 4 പച്ചമുളക് കീറിയതും കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഇതൊരു മൂടി വെച്ച് അടച്ചു കൊടുക്കാം. ഇത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഇനി നമുക്ക് അരപ്പിനായിട്ടുള്ള കൂട്ട് റെഡിയാക്കാം. ഇതിനായി ഞാൻ 1/2 മുറി തേങ്ങയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. 1/2 ടീസ്പൂൺ ജീരകം, 1/2 ടീസ്പൂൺ കടുക്, 1/2 ഗ്ലാസ് വെള്ളവും കൂടെ ഉപയോഗിച്ച് ഇത് മഷി പോലെ അരച്ചെടുക്കണം. നമുക്ക് മൂടി തുറന്ന് നോക്കാം. നമ്മുടെ പൈനാപ്പിളൊക്കെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ അരച്ചു വെച്ചിരുന്ന കൂട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ കൂട്ടൊന്ന് ചെറുതായിട്ടൊന്ന് വറ്റി വരണം. പൈനാപ്പിളും കൂട്ട് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. നന്നായി തണുത്തതിന് ശേഷം മാത്രം ഒരു 1/2 കപ്പ് തൈര് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക. ഇനി ഫൈനലായിട്ട് ഇതിൽ ഒരു പിടി കറുത്ത മുന്തിരിങ്ങ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് ഇളക്കരുത്, മുന്തിരിങ്ങ ഉടഞ്ഞു പോകും. ജസ്റ്റ് ഇതിലോട്ടൊന്നിട്ട് ചെറുതായിട്ടൊന്ന് ഇളക്കി എടുക്കാം. ഈ കടു താളിക്കാനായിട്ട് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി കഴിയുമ്പോൾ 1/2 ടീസ്പൂൺ കടുക്, കടുക് പൊട്ടിക്കഴിയുമ്പോൾ ഒരു 3 മുതൽ 4 വരെ വറ്റൽമുളക്, കുറച്ച് കരിവേപ്പിലയും ചേർത്ത് കടുക് അരച്ചത് പൈനാപ്പിൾ പച്ചടിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം.